കൽബിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനത്തെ ഒരു കൽബിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു ദർജറ്റ് കൊടുക്കട്ടെ. അത് നമുക്കത് പറയാനോ അല്ലാഹു ചെല്ലാനോ നമുക്ക് ഒരു പഴഞ്ചവനാണ്, അത് ഒരു മോശമാണ്. അതേസമയം അള്ളാഹിന്റെ ദീനിനെതിരായ ഏതെങ്കിലും ഒരാളെ പറഞ്ഞാൽ തിരിച്ചറിവില്ലാതെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. അതിന് വടിയില്ല. ആര് എന്ത് നീ അപ്പം പറയുന്നില്ല, പിന്നീട് വിശദീകരിക്കും. ഇൻഷാ അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അതൊരു ബോധമില്ല അതിന് പോണത്. അപ്പം എന്താ കാരണം? തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഹബീബാണ് നിന്റെ ദിക്ർ, മുഹമ്മദുൻ. അതാണ് നമ്മുടെ ദിക്ർ, മുഹമ്മദ്. പുണ്യ റസൂലിൻ്റെ കണ്ണിൻ്റെ പുരികത്തെ ഓർത്താൽ പോലും അത് ദിക്റാണ്. എന്തുകൊണ്ട്? അത് ആമിനയുടെ യതീമല്ല, അള്ളാഹിൻ്റെ റസൂലാണ്. അള്ളാഹിൻ്റെ റസൂലാണ്, അല്ലാതെ ആമിനയുടെ യതീമല്ല റളിയല്ലാഹു അൻഹ. ആമിന വലിയ ആളല്ലേ, അത് ഉറപ്പ് റളിയല്ലാഹു അൻഹ. പക്ഷേ നമ്മൾ ആ മുസ്തഫ നബിയെ കാണുന്നത് ആമിനയുടെ റളിയല്ലാഹു അൻഹ യതീം എന്ന നിലയിലല്ല, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന നിലയിലാണ്. തുഅ്തിൽ മുൽക മൻ തശാ. അതാണ് വിഷയം. ആമിന ബീവി മാത്രമല്ലേ മാറ്റമുണ്ട്. വഹബിന്റെ മകൾക്ക് എന്ത് മാറ്റമാണുള്ളത്? റസൂലിന്റെ ഉമ്മയായപ്പോൾ മാറ്റമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് മാറ്റം? എത്ര ആമിന കഴിഞ്ഞു, എത്ര ആമിന വരാനുണ്ട്? മനസ്സിലായില്ല? മനസ്സിലായില്ല? വഹബിന്റെ മകൾ ആമിനക്ക് മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ്? റസൂലിന്റെ ഉമ്മയായതുകൊണ്ടാണ്. ഖുവൈലിദിന്റെ മകൾ ഖദീജക്ക് മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ്? റസൂലിന്റെ ഭാര്യയായതുകൊണ്ടാണ്. ആയുസിന്റെ മുക്കാൽ ഭാഗം ഇസ്ലാമിനെതിരെ 99% കാലം ഇസ്ലാമിനെതിരെ പോരടിച്ചത് നടന്ന അബൂ സുഫിയാന്റെ മകൾ റംലക്ക് ഉമ്മു ഹബീബക്ക് മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ്? റസൂലിന്റെ ഭാര്യയായി എന്നുള്ളതാണ്. അതാണ് കാര്യം. അപ്പാ മാത്തം അബൂ സുഫിയാൻ ഉണ്ടാവും, അമ്മോ ഷാക്കിയാൻ ഒക്കെ റസൂൽ മകർന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ശാന്തത കിട്ടും. ശാന്തത ഉടയാളാണ്. ഇതിന്റെ വ്യാഖ്യാനം ഞാൻ ഈ പറഞ്ഞത്. ആർക്കൊരു ശാന്തത കിട്ടണമെങ്കിൽ ആരിലേക്ക് പോകണം? റസൂലിലേക്ക് പോകണം. ഈ കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ട് എനിക്ക് എന്താ കിട്ടുക? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ. അപ്പം വല്ലണ്ടേന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി, അതിന് വാക്കാണ്. അതേ സമയത്ത് അഫ്ളലു മാ ഖുൽതു, ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും മഹത്വപ്പെട്ട വാക്ക്, വന്നബിയ്യൂന മിൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞ ഏറ്റവും മഹത്വപ്പെട്ട വാക്ക് അപ്പം വല്ലണ്ടേന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ വിലയുണ്ട്. എന്തേ? നമ്മുടെ നബി നമ്മുടെ റബ്ബിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞ ഏറ്റവും മഹത്തായ വാക്കാണെന്ന് നബി തന്നെ പറഞ്ഞ വാക്കാണ്. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ വിലയുണ്ട്. നബി പറഞ്ഞ വാക്കാണ്. അവിടെ നബിയാ, എവിടെയും ശാന്തത നബിയിലാണ്. നബി ഓർത്താ ശാന്തതയാ, നബി ഓർത്താ ശാന്തതയാ. ബേജാറിൽ കരയും, സമാധാനത്തിലും കരയും. കൽബ് സമാധാനത്തിൽ കരയുക എന്നത് കൽബിന്റെ സന്തോഷമാണ്. അത് നബിയെ പറയുമ്പോഴാണ്. കരയിൽ രണ്ട് നിരക്ക്. ബേജാറ് നഷ്ടം, നഷ്ടത്തിൽ കരയും, ലാഭത്തിൽ കരയും. നഷ്ടത്തിൽ കരയൽ ദുനിയാവ, ലാഭത്തിൽ കരയൽ മുത്തനബിയ. സ്വർഗത്തിൽ തോട്ടണ്ടെന്ന് ഉണ്ടായിക്കോട്ടെ, എനിക്കെന്താ കാര്യം? സ്വർഗത്തിനാണോ? നബിയെ പറ്റി പറയുമ്പോൾ സന്തോഷം. എന്തുകൊണ്ട്? മുൻജിൽ ഖലായിഖി, ആ നബി അവർക്ക് എത്തിച്ചേരും. ഒന്നാ മതി. സ്വർഗത്തിൽ തോട്ടമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നഷ്ടമല്ലേ? മുലാലിൻ്റെ പരിയിൽ വലിയ കല്യാണമാണ്. അവിടെ 25 സൈസാണ് മന്തിയും ബിരിയാണിയും. 25 സൈസ് മന്തി, 25 സൈസ് ബിരിയാണി, പിന്നെ ദുനിയാവിലുള്ള എല്ലാ ഫ്രൂട്ട്സും, എല്ലാ എന്താ പറയുക, എല്ലാ ഫാലൂദയും മറ്റതും ഐസ്ക്രീമും പിന്നെ പുഡിങ്ങും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്കെന്താ ഉണ്ടായത്? ഉണ്ടായിക്കോട്ടെ, എനിക്കെന്താ? എന്നെ വിളിച്ചോളൂ. നഷ്ടല്ലേ? മുതലാളിൻ്റെ മകൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാ. അപ്പം എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അഞ്ചാണ് ചെല്ലുമ്പോൾ മുതലാളിൻ്റെ മകൻ പാഞ്ഞു ചെവിടെ ഇരുന്ന് ഇതുവരെ എന്നാവോൻ ചോദിക്കുക, എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കൂല. നമുക്ക് സ്വർഗത്തിൽ ഒരുപാട് പഴങ്ങളും ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടായിക്കൂടെ. അതുകൊണ്ട് നമുക്ക് നഷ്ടേ ഉള്ളൂ, ലാഭമല്ല. നഷ്ടം നരകക്കാർക്ക് സുഖം നഷ്ടമല്ലേ? ഇവർക്ക് എന്തെങ്കിലും ഒരു അന്തം കൊടുക്കണം പഠിച്ചോനെ. നരകക്കാർക്ക് സ്വർഗം നഷ്ടമല്ലേ? നരകക്കാർക്ക് സ്വർഗം നഷ്ടമല്ലേ?
സ്വർഗ്ഗക്കാർക്കല്ലേ സ്വർഗ്ഗം ലാഭാവുള്ളൂ. ഈ സ്വർഗ്ഗക്കാരനാണ്. ഏതവറാന പറഞ്ഞ സ്വർഗ്ഗക്കാരനാണ്? ഞാൻ സ്വർഗ്ഗക്കാരനാണ്. ഏതവറാന പറഞ്ഞ ഞാൻ സ്വർഗ്ഗക്കാരനാണ്? എനിക്കൊരാളുണ്ട്, അതെന്റെ ഹബീബാണ്. ആ ഹബീബ് എന്നെ എത്തിച്ചു. അതെന്റെ സന്തോഷം. അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ കടത്തല്ലേ. സ്വർഗത്തിൽ സാധനങ്ങൾ കൂടുമ്പോൾ നമുക്ക് നഷ്ടല്ലേ അത്? പഠിച്ചോനെ റബ്ബേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ സ്വർഗക്കാരനായാലല്ലേ എനിക്ക് ലാഭമുള്ളൂ. അപ്പോഴല്ലേ എനിക്ക് സ്വർഗത്തിൽ സാധനങ്ങളൊക്കെ കുറവാണെന്ന് കേൾക്കുന്നത് എനിക്ക് സന്തോഷം. സ്വർഗക്കാരനെ പിന്നെ പുറത്ത് വന്നാണ്ട് എന്താ പറയുക, ഒരു ഹാഫ് ടൈമിന് എന്ത് ചെയ്തു, പുറത്ത്. അപ്പോ നരകക്കാരെ കണ്ടു. നരകക്കാരെ ചോദിച്ചു, എന്താടാ അതിനും മാത്രമൊന്നുമില്ല, അതൊന്നുമില്ല, ആക്കെ പറഞ്ഞാട്ടപ്പോ വലിയുണ്ടെന്ന് വിചാരിച്ചു. അതൊന്നുമില്ല കേട്ടോ, അത്രയൊന്നും ഇല്ലാറു. അപ്പോ നരകക്കാരൻ മറ്റേ നരകക്കാരനോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഞാൻ പണ്ടേ പറഞ്ഞല്ലേ അതിനു വേണ്ടി നിസ്കരിച്ച് നേരം കളയണ്ട, അതുണ്ടാവൂല. മനസ്സിലായി പറഞ്ഞു. സ്വർഗത്തിൽ സാധനങ്ങൾ ഉണ്ടാകൽ നിനക്കൊരു മാത്രമായി തോന്നുന്നത് ഇജ്ജന്റെ ആളാകുമ്പോഴല്ലേ. ഇജ്ജന്റെ ആളാണോ? ആര് പറഞ്ഞു ഇജ്ജന്റെ ആളാണ്? നിനക്കൊരാളുണ്ട്, ആ ആൾ ഹബീബുർ റഹ്മാനായ മുഹമ്മദാണ്. ഈ ആ ആളാണ്, ആ ആൾ അള്ളാഹുവിന്റെ ആളാണ്, അല്ലെങ്കിൽ അള്ളാഹു ഈ ആളാണ്. അങ്ങനെ പറയലും പറ്റും. അള്ളാഹു ഈ ആളാണ്, ആ ആൾ എന്റെ ആളാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഉണ്ടാവും. എന്തുകൊണ്ട്? അള്ളാഹുവിന് ഇഷ്ടം ഈ ആളാണ്, ഇയാൾക്ക് തന്നെ ഇഷ്ടമാണ്. കുല്ലുഹും യത്ലുബൂന റിളാഇ വഅന അത്ലുബു റിളാക യാ മുഹമ്മദ്. ഇത് അന്ത്യനാളിൽ അള്ളാഹു പറയുന്ന വാക്കാണ് പുണ്യ റസൂലിനോട്. കുല്ലുഹും യത്ലുബൂന റിളാഇ, എല്ലാ സൃഷ്ടികൾക്കും എൻ്റെ ഇഷ്ടമാണ് ആവശ്യം. അവരെൻ്റെ ഇഷ്ടത്തെ തേടുകയാണ്, എൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയാണ് അവർ. വഅന അത്ലുബു റിളാക യാ മുഹമ്മദ്, എനിക്ക് അങ്ങയുടെ ഇഷ്ടമാണ് ഇഷ്ടം. അഭിജാളായ പോലെ മനസ്സിലായില്ലേ പറഞ്ഞല്ലേ? ഉമ്മത്തിനെ മുഴുവനും ഞാൻ സ്വർഗത്തിൽ കടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. അതാണ് ഒരു കൊല്ലത്തിൽ മോമിനിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി. അതിനെ വിമർശിക്കുന്ന നമുക്കുണ്ട്. എന്തേ ഓൾക്ക് ഇതിന്റെ പ്രശ്നം? ഓൻ്റെ ആളാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബറാഅത്ത് എന്ന വരാത്തരാവ് എന്നല്ല നോട്ടീസ് അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ റളിയല്ലാഹു അൻഹു അവരെ കിതാബുകൾ പേജുകൾ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫളാഇലുൽ ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ ബറാഅത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവിനെ പോലത്തെ ലോകം കണ്ട പകരമില്ലാത്ത മനുഷ്യന്മാർ കിതാബുകൾ പേജുകൾ നിറച്ചിട്ടുണ്ട് ലൈലത്തുൽ ബറാഅത്ത്. എന്താ അതിന്റെ പ്രത്യേകത? അല്ലാഹു തആല ഉമ്മത്തിനെ മുഴുവൻ സ്വർഗ്ഗത്തിലാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഇനി നിനക്ക് എത്ര ആവശ്യമുള്ളൂ? ഉമ്മത്താവുക. അള്ളാഹിന്റെ ഹബീബിനെ സ്നേഹിച്ച ഉമ്മത്തായി. അമലിലൊക്കെ കമ്മി ഉണ്ടാവുമല്ലോ. അത് നമുക്ക് കഴിയൂലല്ലോ. എൻ്റെ മണ്ണല്ലല്ലോ എൻ്റെ മണ്ണ്, എൻ്റെ മണ്ണല്ലല്ലോ എൻ്റെ മണ്ണ്, അതല്ലല്ലോ സിനാജിൻ്റെ മണ്ണ്, അതല്ലല്ലോ മാഷ മണ്ണ്, അതല്ലേ മാഷ മണ്ണ്. വ്യത്യാസം ഉണ്ടാവുമല്ലോ. എനിക്ക് കഴിയൂല. അങ്ങനെയാണ്. ചിലപ്പോൾ ഭാര്യ വലിയ ആരാധന താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവൾ നേരത്തെ എണീക്കും. 3 മണി 2:30 3 മണിക്ക് ഓളേറ്റ് പണി തുടങ്ങും. അപ്പോൾ ഭർത്താവ് ഓളെ ഏൽപ്പിക്കും. എന്ത്? ചിന്നെ വിളിക്കണം കേട്ടോ. അപ്പോൾ 4-4:30 ആകുമ്പോൾ ഓള് വിളിക്കും. ഇനി 10-20 മിനിറ്റ് വേണിക്ക് ചിലപ്പോൾ തിരിച്ചാവും. അപ്പോൾ അവിടെ ആ മണ്ണിനാണ് ഒന്നും കൂടി യോഗ്യത ഉള്ളത്, ഓള മണ്ണിന്. ഇനി ചിലപ്പോൾ തിരിച്ചു പോകും. എന്ത്? അയാൾ 2:30 മണിക്ക് എണീക്കും. അയാൾ പണി തുടങ്ങും. അയാൾ അമ്മടിക്കും. ഒരു 4-4:15 ആകുമ്പോൾ അയാൾ എനിക്ക് അങ്ങോട്ട് വരും ഇങ്ങോട്ടും വരും. ഇല്ലേ ഉണ്ടോ? ഇല്ലേ ഉണ്ട്, തീർച്ചയായും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ആ മണ്ണിന്റെ പ്രത്യേകതയാണ്. എല്ലാ മണ്ണും ഇന്ന് അവർ രണ്ടാളും ഒന്ന് തന്നെയാണ്. നല്ലോൾക്ക് നല്ലോൻ തന്നെയാണ്. മോശപ്പെട്ടവർക്ക് മോശപ്പെട്ടവരുമാണ്. അപ്പൊ ഈ ചക്കിക്കൊത്ത ശങ്കരൻ തന്നെയാണ്. നീ ഓള് എൻ്റെ അടുത്ത് നിൽക്കൂല. പക്ഷെ അതേസമയത്ത് ഈ മണ്ണിന് രണ്ട് ക്വാളിറ്റിയാണ്. ഓൾക്കും ആരാധന താല്പര്യമുണ്ട്, ഇവനും ആരാധന താല്പര്യമുണ്ട്. ചില മണ്ണ് എളുപ്പവും, ചില മണ്ണിന് ചിലത് എളുപ്പമാണ്. ഓൾക്ക് നല്ല തന്നെയാണ്. പക്ഷെ ആ മണ്ണിന് ഒന്നും കൂടി കനമുള്ളത് കൊണ്ട് ആ മണ്ണ് ഒന്നും കൂടി അടി കിടക്കും. നമ്മൾക്ക് മോഹമുണ്ട് എന്ത്? റൂഹിന് ഈ സിക്കലുണ്ടാവില്ല. റൂഹിന് ആഗ്രഹമുണ്ട് എന്ത്? തേജസ്കരിക്കാൻ. മണ്ണ് റൂഹിന്റെ കൊടുക്കാൻ എത്തിയിട്ടില്ല.
മണ്ണങ്ങോട്ട് പൊന്തി കിട്ടൂല. മൂപ്പരെ മണ്ണ് ഉഷാറാണ്, ഇതിനേക്കാളും ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് നേരത്തെ എണീക്കും. എന്നാൽ രണ്ടാൾ നല്ല ആഗ്രഹം കൊണ്ട് രണ്ടാളും ഒരാളാണ്, മണ്ണിൽ ചെറിയ വ്യത്യാസമുണ്ട്. മനസ്സിലായി? നിങ്ങൾക്ക് ചിന്തിച്ചോ? തഹജ്ജുദ് നിസ്കരിക്കണ്ടെന്നാണ് ഈ രീതിയെങ്കിൽ ഓണ് നമ്മൾ ഒത്തുപോകില്ല. രണ്ടാക്കുണ്ട്. മണ്ണിന് വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും, വിവാദത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഉമ്മത്ത് തന്നെയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അത് നമ്മൾ ആഗ്രഹമാണ്. അള്ളാഹിൻ്റെ ഹബീബിനെ തഅ്ളീം ചെയ്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഅ്ളീം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് പ്രധാനം, തന്നെയാണ് അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നമ്മൾ വിചാരിക്കാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് നമ്മൾ വിചാരിക്കാത്ത ആളുകളും ചിലപ്പോൾ ഉണ്ടായേക്കാം. വിചാരിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവുകയുമില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നബിയുൻ അതാനാ ശാഫിഅൻ ദാ സകീനതി റഹിമൻ അലീമൻ ഹുദൻ വവലാഇ. നബിയാണ് അതാന, ആ നബി നമ്മുടെ അടുത്ത് വന്നു. ഷാഫിയായിട്ട് ദാ സകീനത്തിൻ, ശാന്തത ഉടയവനായ നിലയിൽ. ആ നബിയെ ചിന്തിച്ച ശാന്തതയാണ്, നബിയെ പറഞ്ഞ ശാന്തതയാണ്. റഹീമൻ, ഏറെ റഹീമായ നിലയിലും, അലീമൻ, ഏറെ മഹത്വമുള്ളവനായ നിലയിലും, ദാഹുദൻ, ഹിദായത്തിൻ്റെയും വവലാഇൻ, അധികാരത്തിൻ്റെയും സഹായത്തിൻ്റെയും അങ്ങനെയൊക്കെ പറയാം ആളായ നിലയിൽ. നബിയുൻ അതാനാ ശാഫിഅൻ ദാ സകീനതി റഹീമൻ അലീമൻ ഹുദൻ വവലാഇ. ഫസബ്ഉൻ തലത്ത് സബ്അൻ മസാനിയ ജഹ്റതൻ വലില്ലാഹി മാ അഗ്ലാ സിഫാത്തി ശിഫാഇ. ഫസബ്ഉൻ, ഉന്നതമായ 7 ഗുണമുള്ള ആൾ. തലത്ത് സബ്അൻ, 7 ഓതിയല്ലോ. ഉന്നതമായ 7 ഗുണം ഉള്ള ആളാ പുണ്യ റസൂൽ. ഏതാണ് ഉന്നതമായ 7 ഗുണം? 7 ഗുണം. 1, ഹബീബ റൂഹ് എന്ന നിലയിൽ ഏറ്റവും ഉന്നതമായ റൂഹാണ്. ആദമി എന്ന നിലയിൽ ഏറ്റവും ഉന്നതനായ ആദമിയാണ്. ഇൽമി എന്ന നിലയിൽ ഏറ്റവും വലിയ ഇൽമാണ്. പിന്നെ നുബുവത്ത് എന്ന നിലയിൽ ഏറ്റവും വലിയ നുബുവത്താണ്. റിസാലത്ത് എന്ന നിലയിൽ ഏറ്റവും വലിയ റിസാലത്താണ്. പിന്നെ ഖബർ എന്ന നിലയിൽ ഏറ്റവും വലിയ ഖബറാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ആന്തരികമായി പിടിക്കാവുന്ന നിലയിൽ എന്തിനേയും ഏത് ഖൈറിനെയും ഏറ്റവും കൂട്ടിയ ആളാണ് പുണ്യ റസൂൽ മുസ്തഫ. പിന്നെ ബസ്ത്, ഇത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ 7 ഹഖീഖിയായ സിഫത്തുകളാണ്. അതൊരു വാക്കുകൊണ്ടോ ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ബസ്ത് എന്ന വിശാലതയാണ്. അതിലേറ്റവും ഉന്നതൻ പുണ്യ റസൂലാണ്. 7 ഉന്നതമായ സിഫത്തുകളാണ് പുണ്യ റസൂൽ മുസ്തഫ. ഏറ്റവും ഉന്നതനായ റൂഹ്, ഏറ്റവും ഉന്നതമായ ആദമി, ഏറ്റവും ഉന്നതമായ നുബുവത്ത്, ഏറ്റവും ഉന്നതമായ റിസാലത്ത്, ഏറ്റവും ഉന്നതമായ ഇൽമ്, ഏറ്റവും ഉന്നതമായ ഖബറും, ഏറ്റവും ഉന്നതമായ വസ്തു പുണ്യ റസൂലിന്. അപ്പൊ 7 ഔന്നത്യ ഗുണങ്ങളുള്ള പുണ്യ റസൂലിന് അള്ളാഹു 7 കൊടുത്തു. അതാണ് 7. ഏതാണ് 7? അവ്വലു സൂറത്തുൽ ഖുർആൻ, ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് എന്ത്? അസ്സബഉൽ മസാനി, ഫാത്തിഹ. അപ്പോൾ 7 ഓതി. ഫസബഉൻ തലത്ത് സബ്അൻ മസാനിയ ആവർത്തിക്കപ്പെടുന്ന നിലയിൽ ഓതി. ജഹ്റത്തൻ, പരസ്യമായി തന്നെ. വലില്ലാഹി മാ അഗ്ലാ സിഫാത്തി ശിഫാഇ. വലില്ലാഹി മാ അഗ്ലാ, ആ ഏറ്റവും വിലമതിക്കാനാവാത്തതിൻ്റെ ഇത് അള്ളാഹുവിനുള്ളതാണ്. ആ റസൂലും അള്ളാഹുവിനുള്ളതാണ്. ആ ഫാത്തിഹയും അള്ളാഹുവിനുള്ളതാണ്. സിഫാത്തി ഷിഫാഇ, ഷിഫാഇൻ്റെ സിഫത്തുകളാണ് 7. നിനക്ക് നീ ഉമ്മത്തിൽപ്പെട്ടാൽ അതൊന്നും മന്ത്രിച്ചാൽ മതി, തീരാത്തൊന്നും ഉണ്ടാവില്ല. നിന്റെ ജസദിനും അത് ഷിഫയാണ്, നിന്റെ റൂഹിനും അത് ഷിഫയാണ്. ഏത്? ഫാത്തിഹ. 2 ഷിഫയാണ്. ഒന്ന് മുഹമ്മദ് മുസ്തഫ ഷിഫയാണ്. مريضا أنت زائر قد أتاه الله بالفرج صل رب العالمين على سيد الكونين
مريضا أنت زائره قد أتاه الله بالفرج. ഒന്ന് കണ്ടാൽ മതി രോഗം മാറും. مرض الحبيب فعدته فمرضت من أسفي عليه شفي الحبيب فزارني فشفيت من نظري إليه. مرض الحبيب പുണ്യ റസൂലിന് ഒരിക്കൽ രോഗം വന്നു. ഫഅുതുഹു, ഞാൻ നബിയെ സന്ദർശിക്കാൻ പോയി. ആരാ പറയുന്നത്? സിദ്ദീഖുൽ അക്ബർ. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് രോഗം വന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ കാണാൻ ചെന്നു. ഫമരിൽതു മിൻ അസഫി അലൈഹി, നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു വിഷമം. അത് കാരണം എനിക്കും രോഗമായി. ഷുഫിയൽ ഹബീബ്, ഹബീബിന്റെ രോഗം ഷിഫയായി. ഫസാറനി, അപ്പോൾ എന്നെ അന്വേഷിച്ചു. സിദ്ദീഖ് വീട്ടിൽ പോയി കിടന്നതാ, എണീറ്റിട്ടില്ല, വയ്യ. ഫസാറനി, അപ്പോൾ റസൂലുള്ളാഹ് രോഗം മാറിയ റസൂലുള്ളാഹ് എന്നെ കാണാൻ വന്നു. ഫശുഫീതു മിൻ നദരി ഇലൈഹി, ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ രോഗം മാറി. അതാണ് ഒന്നാകൽ. അതൊന്നാകൽ, രണ്ടല്ല. അത് ദീന്, ഇതാണ് ദീന്. മറ്റൊക്കെ കള്ളനെ പിടിക്കല. കള്ളനെ പിടിച്ചിട്ടില്ലെങ്കിൽ പോലീസല്ലേ. പോലീസല്ലാത്തോ കള്ളനെ പിടിച്ചോണ്ട് പോലീസാവും. ഒരു പോലീസുകാരൻ ആയുസിൽ ഒരു കള്ളനെയും പിടിച്ചില്ല. ഓൻ പോലീസല്ലേ? പറയടോ, ഓനാരാ? പോലീസ്. കള്ളനെ പിടിച്ചോ? ഇല്ല. ഒരുത്തന് പണി തന്നെ കള്ളനെ പിടിക്കല. ഓൻ പോലീസാവും. കള്ളനെ പിടിക്കണ പണിയുടെ ചങ്ങായി നിസ്കാരം നോൽമ്പ്. അത്രേ പറയുന്നുള്ളൂ ഞാൻ. അതിന് കള്ളനെ പിടിക്കല, അത്രയേ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ചില പോലീസുകാർ കള്ളനെ പിടിക്കൂല. അതുകൊണ്ട് പോലീസല്ല നോക്കൂല. നിങ്ങളെ വിചാരിച്ചുണ്ട് കള്ളനെ പിടിക്കാക്കണ്ട. നമ്മൾ ഉമ്മത്തന്നെ ആയിട്ടില്ല. ഉമ്മത്ത് എങ്ങനെയാ നിസ്കരിച്ചാകാൻ നോക്കുക. അപ്പോൾ നമുക്ക് എത്തിച്ചേർത്ത് അവിടെ കണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ ഹബീബ് അത്ര വലിയ ആളാണ്. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, 10,000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ, 100,000 കോടി റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സെക്കൻഡിൽ നബിയെ സ്നേഹിക്കാൻ കഴിയില്ല. എല്ലാ കടലാസും വെളുത്തോട്ട്, എല്ലാ കടലാസും വെളുത്തോട്ട് വൈറ്റ് മണി. ഇപ്പം നമ്മളൊക്കെ ബ്ലാക്ക് മണിയാണ്. നമ്മൾ നിസ്കാരം നോക്കുമ്പോൾ ബ്ലാക്ക് മണിയാണ്. എന്തുകൊണ്ട്? നമ്മൾ സ്നേഹിക്കേണ്ട ആളെ സ്നേഹിച്ചിട്ടില്ല. ആളെ സ്നേഹിച്ചാൽ ഒക്കെ വൈറ്റ് മണിയാവും. നിസ്കാരം നോക്കുമ്പോൾ ഒക്കെ വൈറ്റ് മണിയാവും. എന്ന് വഴിയിലൊരു സ്ഥലത്ത് CM ഇരുന്നു. എന്നോട് ഒരു പഴമക്കാരൻ പറഞ്ഞതാണ്. ഒപ്പുള്ളവർ നിസ്കരിക്കാൻ പറഞ്ഞയച്ചു. അവർ പള്ളി ചെന്നപ്പോൾ പള്ളിയിലെ മൂലയ്ക്ക് ദേഷ്യം വന്നു. മൂപ്പരോടെ കുതിർന്ന് മൂപ്പരോട് വരാൻ പറയുന്നത്. അങ്ങനെ അവർ പോയി, നിങ്ങളെയും വിളിക്കണ്ടാണ്. ഞാൻ ഇപ്പോൾ വരുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചു വന്നു. രണ്ടാമത്തെ വന്നു. അപ്പോൾ പിന്നെയും മൂലയ്ക്ക് എന്താ മൂപ്പര് വരൂല, മൂപ്പര് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്നാണ് പറഞ്ഞു. 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയപ്പോൾ CM വന്ന ആളെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചാണ് മെല്ലെ പറഞ്ഞ്, ഓനെ നിസ്കാരത്തിന് മമത്ത് നിൽക്കാൻ പറ്റൂല എന്ന് ഓനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അവന് പിന്നെ ചെറിയ ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇതുകൊണ്ടാണ് ഇപ്പം ഈ നിൽക്കും ഇരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അതാണ് അവൻ്റെ നിൽക്കാരം. ഈ നിൽക്കും ഇരിക്കുകയും ചെയ്യുന്നതിന് കൂലിട്ടുകൊണ്ടാണ് ഓൻ്റെ കുട്ടികൾ കഞ്ഞി കുടിച്ചുകൊണ്ട്. അത് മുടക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനാണ് വരാത്തത്. ജതുവിനോട് മെല്ലെ ചെരിവൊക്കെ വിളിച്ചാണ് പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ ചെന്നാൾ എന്തോ ഒപ്പുള്ളവർക്ക് എന്തോ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. ഇപ്പം അങ്ങനെ ചെന്ന് മെല്ലെ മൂലയിൽ ചെരിവൊക്കെ വിളിച്ചാണ്ട് വന്നാളിത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കുഴപ്പം? ഈ കാമത്തോട് നിസ്കരിച്ചു. അതന്നെ, എന്നാ കുഴപ്പമില്ല. മുമ്പിൽ തന്നെ ഒരു അമ്മായിമാക്കാകുള്ളത് ഒരു മരുവനാണ്. ഓന് കഞ്ചാവും MDM ഒക്കെ അടിച്ച് അങ്ങനെ നടക്കുന്ന പണിയാണ്. അപ്പോൾ അമ്മായിമ്മ മരിച്ചു പോനില്ല. പിന്നെ വന്നപ്പോൾ മയ്യ തീർക്കാൻ നേരാണ് കബർ കുത്തി കഴിഞ്ഞ് എല്ലാം വന്ന് ചൂടായി. ചോദിക്കാനും പറയാൻ ആളില്ല എന്ന് വിചാരിച്ച് ഇവിടെയാണ് കബർ കുത്തുന്ന കാര്യങ്ങളോട് പറഞ്ഞു. അല്ല, ഞങ്ങൾ കുത്തി കഴിഞ്ഞില്ലേ,
പിന്നെ ഓൻ ചൂടാകന്നെ ഇവിടെ കുറിച്ചിടാൻ മറവി എൻ്റെ അമ്മായിമാനെ പറ്റൂല. അതിൽ ഓനെ പോലത്തെ 3-4 പിരാന്തന്മാർ ഓനെ മെല്ലെ പള്ളിൻ്റെ അങ്ങേ ഭാഗത്താണ് കൊണ്ടുപോയിട്ട് 4 കൊടുത്തത്. നമുക്ക് എവിടെ ഇരുന്നത് കാര്യം അപ്പോൾ ചിരിച്ച്. പിന്നെ 2-3-4 ആൾ കൂട്ടിയോ പുറത്തുനിന്ന് ഇത് നിങ്ങൾ നേരത്തെ പറയണ്ടേ, അത് കണ്ടിട്ടില്ല, ഇത് നിങ്ങൾ നേരത്തെ പറയണ്ടേ, എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ മറ്റവരെന്ത് വിചാരിച്ചു, പിന്നെ എന്തോ കാര്യമായി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പം പറഞ്ഞത്. അതന്നെ. അപ്പോൾ ഓർക്കത് തിരിയും, ഒരു സദാ നിസ്കാരത്തിലാണ്. ഒരല്ലാൻ്റെ ഹബീബിൻ്റെ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അവിടെ നിന്നിട്ട് റൂഹ് തിരിച്ചെടുക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് പുണ്യ റസൂലിൻ്റെ അത്രയും വലിയ ബന്ധത്തിലാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ 25 വട്ടെങ്കിലും പുണ്യ റസൂൽ വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ അസ്സയൂത്തി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ വീട്ടിൽ റസൂൽ വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ റസൂലുള്ളാഹ് മലഞ്ചെരിവിലൂടെ സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ് എല്ലാവരും ഉണ്ട് കൂടെ നടന്നിങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ട് ഓടിച്ചു. അവരെ കാണൂ, വേറെ കാണൂല. 25 വട്ടെങ്കിലും അള്ളാന്റെ ഹബീബ് ഉണർച്ചയിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തല്ല ഉറക്കല്ല, ഉണർച്ചയിൽ വന്നിട്ടുണ്ട് പുണ്യ റസൂൽ എൻ്റെ വീട്ടിൽ. ഉണർച്ചയിൽ വന്നിട്ടുണ്ട് ഹബീബ റസൂലുള്ളാഹ് എൻ്റെ വീട്ടിൽ, ഉണർച്ചയിൽ വന്നിട്ടുണ്ട് പുണ്യ റസൂൽ മുസ്തഫ എന്ന് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ അസ്സയൂത്തി റളിയല്ലാഹു അൻഹു. അവണ്ണം നമ്മുടെ ഖുജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും ആ വിടെ വരുന്നോർ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വഅദിന് ഇരുന്നാൽ അള്ളാന്റെ ഹബീബ് അവിടെ വരും. AD 1168 ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിൻ്റെ വഫാത്ത്. AD 1168. പുണ്യ റസൂൽ വഫാത്ത് 632. അതായത് പുണ്യ റസൂൽ വഫാത്തായതിനു ശേഷം പിന്നീട് 500 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. അവണ്ണം നമ്മുടെ ഖുജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നവർ. ഒരിക്കലും ഒരു ഷേഖ് എൻ്റെ വലിയൊരു മഹാനായ ഷേഖ് ഉണ്ടായിരുന്നു. ആ ഷേഖിൻ്റെ അടുക്കൽ മജ്‌ലിസിൽ വരുന്ന ഒരാൾക്ക് ഒരു ഡൗട്ട്, ഞാൻ ഈ ഷേഖിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ മജ്‌ലിസിൽ ഇന്ന് ഷേഖ് ഉപദേശം പറയാം. ഉപദേശത്തിനിടയിൽ ഈ സംശയമുള്ള മുരീദ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഷേഖ് വയറ് നിർത്തി. അടുത്ത ആൾ തോണ്ടാൻ ഒരുങ്ങിയപ്പോൾ തോണ്ടണ്ടെന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ടിരുന്നു ഷേഖ്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഉറക്കത്തിൽ ഉറങ്ങുന്നു. അപ്പം ഷേഖ് ചോദിച്ചു എന്താ പറഞ്ഞു ചോദിച്ചു. എന്തോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ് അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു വേണത്തിപ്പം പോകണ്ടെന്ന്. മനസ്സിലായില്ല. ഇപ്പോൾ സ്വപ്നത്തിൽ ആര് വന്നു? ഹബീബ റസൂല വന്നു. ഹബീബ റസൂല അയാളുടെ സ്വപ്നത്തിൽ വരികയാണ്. ഇതാര് കാണാണ്? ഷേഖ് വയറിൽ ഇരിക്കുമ്പോൾ കാണുക. ഇതൊക്കെ എന്താ നിങ്ങൾ വിചാരിച്ചു? സ്വപ്നത്തിൽ അയാൾ സ്വപ്നം കാണുന്നുണ്ടെന്ന് ഇയാൾക്ക് എന്ത് തെളിവാ? സ്വപ്നം കാണുന്നുണ്ടെന്നല്ല ഇയാൾ വിചാരിക്കുന്നത്. കാണുന്നത് എന്ത്? അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുകയാണ് എൻ്റെ ശിഷ്യൻ. അപ്പൊ എല്ലാവരും വയറ് നിർത്തി വെള്ളൊരു തോണ്ട ഇറങ്ങിയപ്പോൾ തോണ്ടുണ്ടാവും. ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം റസൂലുള്ളാഹിനെ കാണുന്നു. ഇയാൾക്ക് അറിയാം എന്താ റസൂലുള്ളാഹി വന്നാ പറയാം. ഉറക്കമുണർന്നു പെട്ടെന്ന്. വയറ് പിന്നെയും തുടങ്ങാം. അപ്പൊ ചോദിച്ചു മാതാ കാല, എന്നിട്ട് വന്നല്ലോ, എന്ത് പറഞ്ഞു? കാലഫസ്ബുത്ത് ഇൻദഹു, അവിടെ തന്നെ എന്നോന്ന് എന്നോട് പറഞ്ഞു. ബാക്കി ദിവസം നടത്തി. അങ്ങനുണ്ട്. അതാണ് അവർ. എന്തേ ബന്ധം? അത്രയും വലിയ ബന്ധമാണ്. ആരോട്? ഹബീബ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഘം പണ്ഡിതന്മാർ യഹ്യാ ഉലൂമുദ്ദീൻ അടക്കമുള്ള ഇമാം ഗസാലി തങ്ങളുടെ കിതാബ് ചുട്ടുകരിക്കാൻ തീരുമാനിച്ചു. ടൈഗ്രീസ് നദിയുടെ കരയിലുള്ള ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ജുമാ കഴിഞ്ഞിറങ്ങിയാൽ ആദ്യം ചെയ്യാനുള്ളത് ഇമാം ഗസാലി തങ്ങളുടെ കിതാബ് ചുട്ടുകരിക്കലാണെന്ന് അവർ വിളംബരം ചെയ്തു. അങ്ങനെ പണ്ഡിതന്മാരുടെ സദസ്സ് പിരിഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ
ആ കൂട്ടത്തിലെ വലിയ പണ്ഡിതന്റെ അടുത്തേക്ക് ഫഅതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസൻ ബടിയും കൊണ്ട് വന്നു. മഅഹു അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി. ഫഅത അസാഹു അലി ഇബ്നു അബി ത്വാലിബിന്റെ കയ്യിൽ വടി കൊടുത്തു. ഉദ്രിബു അടികൊള്ളാം. തുആതിബുൽ ഇമാം അൽ ഗസാലി ജിമാഉ സന്നവാശിബിക്ക് യാരടെ പിറ്റേന്ന് നേരം വെക്കുമ്പോൾ കുപ്പായിടാതെ പള്ളിയിലേക്ക് വന്നു. ഈ ഖാദി കുപ്പായിൽ ഒരു ഓയിൽ മുണ്ട് കൊണ്ട് പൊതിച്ചിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കൂടി എന്തേ സംഭവിച്ചു ഉസ്താദ് ചോദിച്ചു. അപ്പോൾ ആ ഓയിൽ മുണ്ട് പൊക്കി കാണിച്ചു കൊടുത്തു. അസറല്ലാഹുബാത്തിൻ കസീറ, ഒരുപാട് അടിയുടെ അടയാളം. أتاني رسول الله صلى الله عليه وسلم أبي بكر وعمر وعثمان وعلي فأعطى العصا لعلي فقال اضربوه فضربني علي نرجو بأمر النبي المصطفى وقال لي تعاتب إمام الغزالي جي غزالي ناشبك جارة. ഈ ലോകം മുഴുവനും ഇമാം ഗസാലിയുടെ രോമത്തിൽ കെട്ടാനില്ല. അങ്ങനത്തെ ആൺകുട്ടി ലോക ചരിത്രത്തിൽ പിന്നില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, മുത്തുനബിക്ക് ശേഷം ഒരാളെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹു അനുവാദം തന്നാൽ അത് ഇമാം ഗസാലിക്ക് മുന്നിൽ ഞാൻ സുജൂദ് ചെയ്യും. അങ്ങനെ ഒരാളില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ മനസ്സിലാക്കിരണ്ട് ഇമാം ഗസാലിയെ കുറിച്ച് ഒരു പ്രഭാഷണം ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് പുതിയ സമൂഹത്തിന് വലിയൊരു ആവശ്യമാണ്. കാരണം എന്താണ് തസവ്വുഫ് ആർക്കും അറിയില്ല, ഒക്കെ ഡൈവേർട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുവന്നാൽ ഉമ്മത്തിന് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇൻഷാ അല്ലാഹ് ഇമാം ഗസാലി തങ്ങളെക്കുറിച്ച് ഒരു ഇടവിട്ട ഞായറാഴ്ചകളിൽ ഗസാലി ഇമാമിൻ്റെ മഹത്വം അത് എത്ര ക്ലാസ് ആയാലും വേണ്ടില്ല, അത് ജനം കേൾക്കണം. എത്ര ക്ലാസ് ആയാലും വേണ്ടില്ല. എന്തു പറയാ? എന്താ പറഞ്ഞേ? ഗസാലി ഇമാമിന്റെ ഒരു പ്രഭാഷണം സുന്നി സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് തോന്നുന്നുണ്ട്. ഉസ്താദിനെ ദയവായി അറിയിക്കണം. അങ്ങനെയുള്ള ഗസാലികൾ നമുക്ക് വേണം എന്ന് സമുദായത്തിന് തോന്നിയാൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അവനൊരു അകക്കമ്പുള്ള ആളാണല്ലോ. ഏതായാലും ഞാനതിൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി മുഴുവൻ്റെ മനസ്സിൽ ഇമാം ഗസാലിയെ പറ്റി ഒരു പ്രഭാഷണം ആരംഭിക്കണം. വലിയ ആളാ, അതിന് പകരമില്ല. അത്രയും വലിയ ആളാണ് ഇമാം ഗസാലി. ഇമാം ഗസാലിയുടെ കാറ്റടിച്ചതാണ് ആർക്ക്? ഇമാം ഗസാലിയുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ആ കാറ്റടിച്ചതാണ് ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബിക്ക്. ആ കാറ്റടിച്ചതാണ് ജലാലുദ്ദീൻ റൂമിക്ക്. ഇവർക്കൊക്കെ കാറ്റടിച്ചത് ആരുടേത് കാറ്റാണ്? ഇമാം ഗസാലിയുടെ കാറ്റാണ്. 55-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. 55-ാമത്തെ വയസ്സിൽ അള്ളാഹനെ തിരിഞ്ഞത് പാറനടിയിരിക്കുമ്പോഴാണ്. ഏതാ പാറ? സഖ്റത്തുൽ മിഅ്റാജ്. ആ പാറയിൽ നിന്ന് പുണ്യ റസൂൽ മേലെ കയറി ആ പാറൻ്റെ അടിയിൽ ഇരുന്നു ഇമാം ഗസാലി. കൊല്ലങ്ങളോളം ഇരുന്നു. ഒരു രാത്രി അള്ളാഹനെ തിരിഞ്ഞു, ഫത്ഹ് കിട്ടി. ലബ്ബൈക എന്ന് പറയണമെങ്കിൽ നിന്നെ തിരിയണല്ലോ എന്ന് ആലോചിച്ച് നടന്നതാ. രാജാവിനോട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോവാണ്. അങ്ങനെ രാജിവെച്ചു. മദ്രസത്തുൽ നിളാമിയയിലെ ജോലി രാജിവെച്ചു. ഞാൻ ഹജ്ജിന് പോവാന്ന് പറഞ്ഞപ്പോൾ രാജാവ് സമ്മതിച്ചു. ഹജ്ജിന് പോയതാണ്. പക്ഷെ പിന്നെ 10 കഴിഞ്ഞിട്ട് ഹജ്ജിനെത്തുന്നത്. 10 കൊല്ലം അള്ളാഹ് തിരഞ്ഞെടുത്തു. ഒരു രാത്രി സഖ്റത്തുൽ മിഅ്റാജിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ അങ്ങോട്ട് വെളിവായി കിട്ടി, ഫത്ഹാണ് കിട്ടി. 7 ആകാശം വാനം ഒക്കെ തുറന്നോവർ അങ്ങോട്ട് തുറന്നിട്ട് ആ കൊല്ലം പോയി ഹജ്ജ് ചെയ്തു, തിരിച്ചു വന്നു. പിന്നെ ദിവസമൊന്നും നടത്തിയില്ല. പിന്നെ ബഗ്ദാദിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും. ചില കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആളുകളോട് വർത്താനം പോലും പറയില്ല. ആളുകൾക്ക് വർത്താനം പറയേണ്ട ആവശ്യമില്ല. ആ മുഖത്തേക്ക് നോക്കിയാൽ നോക്കിയൊക്കെ ഇമാം കിട്ടി. ആ മുഖത്തേക്ക് നോക്കിയവർക്കൊക്കെ ഇമാം കിട്ടി. അനവധി വർഷങ്ങൾ ഒരു സംശയം കൊണ്ട് നടന്ന ഒരു വലിയ പണ്ഡിതൻ അബൂബക്കർ റസി എന്ന പേരിൽ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതൻ ചില സംശയം, ഖുർആനിലെ ചില വിഷയങ്ങളിലെ സംശയം കൊണ്ട് നടന്നു. അപ്പോൾ ചോദിക്കാൻ പറ്റിയ ഒരാളെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം അങ്ങനെ ആരോട് ചോദിക്കാൻ അങ്ങനെ പറ്റിയ ഒരാളെ കിട്ടിയില്ല. ഇദ്ദേഹത്തിന് തന്നെ ഖുർആന്റെ തഫ്സീറുണ്ട്, വലിയ പണ്ഡിതൻ.
ഒസ്സാലി മാമനോട് ചോദിക്കാൻ, ഒസ്സാലി ആകട്ടെ കത് ഖാബ അനിന്നാസി, ജനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. എവിടെയോ പോയി, ഒസ്സാലി എവിടെയാണ് ആർക്കും അറിയൂല. റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഡമാസ്കസിൽ നിൽക്കുമ്പോൾ വിവരം കിട്ടി, ഒസ്സാലി ഖദ് റജഅ, ഒസ്സാലി തിരിച്ച് ബഗ്ദാദിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം വേഗം കാഫിലക്കാരോടുകൂടി ബഗ്ദാദിലേക്ക് പോയി, ആ സംശയം തീർക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ പള്ളിയിലെ ഹൗദിൽ വുളൂ ചെയ്തു, പള്ളിയിൽ കയറി, ഞാൻ ഒസ്സാലിയുടെ അടുത്തേക്ക് പോയി. ഫലമ്മാ റഅയ്തു വജ്ഹഹു ഹസാലല്ലാഹു മിൻ ശുക്കൂക, ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ സംശയം മുഴുവനോട് പോയി. മുഴുവൻ ഉത്തരങ്ങൾ ആ സെക്കൻഡിന്റെ കൽബിലേക്ക് വന്നു. സലാം പറഞ്ഞു തിരിച്ചു വന്നു, കഴിഞ്ഞു. മിണ്ടില്ല, മിണ്ടേണ്ട ആവശ്യമില്ല. ഒസ്സാലി ഇമാമിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ കൽബിലുള്ള സംശയങ്ങൾ അല്ലാഹു തആല ആ സമയം നീക്കി തന്നു. അതാണ് നിറവ്, അതാണ് നിറവ്, അതാണ് നിറവ്. മുസ്ലിം സമുദായം പിഴക്കാൻ 1000 കൊല്ലം ബാക്കിയായത് ഇമാം ഒസ്സാലി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇമാം ഒസ്സാലി ഇല്ലെങ്കിൽ ഇന്ന് സുന്നികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതപ്പം 1000 വർഷങ്ങൾക്ക് മുമ്പ് സുന്നികൾക്ക് വരുമായിരുന്നു. പിന്നെ ഒരു സമസ്തി ഉണ്ടാവില്ല, ഒരു സമസ്ഥാനി ഉണ്ടാവില്ല, ഒരു ദക്ഷിണ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല. ഇമാം ഒസ്സാലി എന്നൊരു മനുഷ്യൻ്റെ ആ ഒരു പൂങ്കാറ്റ് 1000 കൊല്ലം മുസ്ലിം ലോകത്തെ തെറ്റിൽ നിന്ന് സംരക്ഷിച്ചു. ഭയങ്കര ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകം മുഴുവനും ഒസ്സാലിയുടെ രോമത്തിനില്ല. അതാണ് ഇമാം ഒസ്സാലി റളിയല്ലാഹു. എന്താ കാരണം? പുണ്യ റസൂൽ അങ്ങോട്ട് ലയിച്ചതാ, അള്ളാന്റെ ഹബീബിൽ ലയിച്ചതാ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാന്റെ ഹബീബ് ആ സമാധാനം, അല്ല എന്ത് സമാധാനം, എന്ത് സമാധാനം, എന്ത് സമാധാനം നിങ്ങൾ പറയുന്നത്. ഏത് ദിക്റിന്റെ മേലെയുമാണോ മുഹമ്മദ്? കാരണം ഈ ദിക്റാണെന്ന് എന്നോട് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ അല്ലേ. ഈ മനുഷ്യനുള്ള വിശ്വാസത കൊണ്ടല്ലേ ജാതി ചെല്ലുന്നത്, അല്ലാതെ എന്താ? ഇതൊന്നും ചെല്ലാതെന്നാലും ആ മനുഷ്യൻ്റെ ഒപ്പം കൂടി രക്ഷപ്പെടുമല്ലോ. ഒന്നും ചെല്ലി ആ മനുഷ്യനെ കൊണ്ടാണ്. ഇമാം ബുസൂരി തന്നെ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു? ഇമാം ബുസൂരി തന്നെ പറഞ്ഞല്ലേ, ഫഇന്നലി ദിമ്മത്തൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ. ഫഇന്നലി, എനിക്ക് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ അമലൊന്നുമില്ല. പക്ഷെ ഫഇന്നലി ദിമ്മത്തൻ മിൻഹു, എനിക്കും നബിയുക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്നെ അങ്ങനെ മത്സരയിലിട്ട് പോകാൻ നബിക്ക് പറ്റൂല. ബിതസ്മിയതി മുഹമ്മദൻ, എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെച്ചത്, അതുകൊണ്ട് നബിക്ക് എന്നെ ഒഴിവാക്കി പോകാൻ പറ്റില്ല. ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ഏറ്റവും ഭംഗിയായി വീട്ടുന്ന ആൾ എൻ്റെ റസൂലാണ്. അതുകൊണ്ട് മഹ്ശറിൽ എനിക്ക് രക്ഷപ്പെടുമെന്ന് ആകെയുള്ള പ്രതീക്ഷ ഞാൻ നബിയെ ബഹുമാനിച്ച് എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട് എന്നത് മാത്രമാണ്. അതാണ് പഴയ കാലത്തൊരു ശൈലിയുണ്ടെന്ന് ചില കിതാബുകളിൽ കാണാം. ഒരു മജ്ലിസിൽ ഭക്ഷണം വെക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഭക്ഷണത്തിൽ എത്ര മുഹമ്മദ് ഉണ്ടോ അതിനനുസരിച്ച് വട്ടമാക്കും. ഫീ കുല്ലി മാഇദത്തിൻ മുഹമ്മദ്, ഓരോ വട്ടത്തിലും ഒരു മുഹമ്മദിനെങ്കിലും വെക്കും. ബിസ്മിഹി, ബിസ്മിഹി, അയാളുടെ പേര് മുഹമ്മദ് ആയതുകൊണ്ട് ആ വട്ടത്തിൽ ബർക്കത്തുണ്ടാവും. മനസ്സിലായില്ല? ഭക്ഷണം വെക്കുന്ന സമയത്ത് എത്ര വട്ടമാണ് വെക്കുക? സൂപ്പർ വെക്കുമ്പോൾ എത്രയാണോ മുഹമ്മദ് എന്ന് പേരുള്ള ആൾ അതിനനുസരിച്ച്. ആകെ മുഹമ്മദ് 3 ആണോ, വട്ടം നല്ല വലുതാക്കും. ഒരു വട്ടത്തിൽ മുഹമ്മദിനെ കയറ്റും. ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മലായിക്കത്തിന്റെ നോട്ടുണ്ടാവും. ഒരു സുപ്രയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ ആരായാലും വേണ്ടില്ല, ആരും ഒന്നും അല്ല അയാൾ, പക്ഷെ അയാൾക്ക് പേര് മുഹമ്മദ് എന്നാ. എന്തുകൊണ്ട്? അത് പുണ്യ റസൂലിനെ ബഹുമാനിച്ചതാണ്. അതാ മുഹമ്മദ്. ആ പേര് പോലും പ്രധാനപ്പെട്ട പേരാണ്. മുഹമ്മദ് എന്ന പേരുള്ള ആള് അടിക്കാൻ വേണ്ടിയിട്ട് ബാപ്പ ചില താരീഖിൽ കാണാം, അടിക്കാൻ വേണ്ടി ഉസ്താദ് കയ്യെ പൊക്കി. അപ്പോഴാണ് കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ പേരോർത്തത്. അപ്പോൾ കൈ താഴ്ത്തി. എന്തേ? മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയെ അടിക്കുന്നതിനുള്ള വിഷമം. കാരണം കുട്ടിയുടെ പേര് റസൂലിന്റെ പേരാണ്. അങ്ങനെയുണ്ട്. അപ്പൊ എത്രയാണ് ആ ബഹുമാനം? അടിക്കാൻ വേണ്ടി വന്നതാ, പിന്നെ കൈ താഴ്ത്തി പേരോർത്തു പോയി. മുഹമ്മദ് എന്നാ വേണ്ട, മുഹമ്മദ് വല്ലാത്ത പേരാ.
അവിടെ ആ സക്കീനത്തിന് പറഞ്ഞിട്ട് തീർന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് പോയത്. فسبع تلت سبعا مثاني جهرة ولله ما أغلى صفات شفائي. ആ ഷിഫാഇന്റെ സിഫത്തുകളാണ് ആ 7 ആയത്തുകൾ. അത് 7 അടങ്ങിയ 7 ഓതി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബിയും ഷിഫയാണ്, ഫാത്തിഹയും ഷിഫയാണ്, മുഹമ്മദും ഷിഫയാണ്. فصلى عليه الله في كل طرفة عديد الحصى والرمل وفق منائي. فصلى عليه, ആ നബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു അല്ലാഹു തആല ഫീ കുല്ലി തുർഫത്തിൻ, എല്ലാ സെക്കൻഡുകളിലും. ഹദീദൽ ഹസാ, ചെരൽക്കല്ലുകളുടെ എണ്ണമനുസരിച്ച്, റംലി, മണൽത്തരിയുടെയും, വഫ്ക മുനാഇ, ആഗ്രഹത്തിനോട് യോജിച്ച അത്ര. ലോകത്തുള്ള സകല ഖൈറിൻ്റെ അഹ്ലുകാരുടെയും പുണ്യ റസൂലിൻ്റെയും ആഗ്രഹത്തിനനുസരിച്ച് അല്ലാഹു തആല സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു പുണ്യ റസൂലിൻ്റെ മേൽ, ആഗ്രഹമനുസരിച്ച്. فصلى عليه الله في كل طرفة, ഓരോ സെക്കൻഡിലും അല്ലാഹു ആ നബിയുടെ മേൽ സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു. ഹദീദൽ ഹസ്വാ, ചെരൽക്കല്ലുകളുടെ എണ്ണമനുസരിച്ച് സ്വലാത്ത്, റംലി, മണൽത്തരിയുടെയും തരികളുടെയും, വഫ്ക മുനാഇ, ആഗ്രഹത്തിനനുസരിച്ച്, ലോകത്തെ മനസ്സുകളുടെയും ആഗ്രഹത്തിനനുസരിച്ച്, പുണ്യ റസൂലിൻ്റെ ആഗ്രഹം അനുസരിച്ച്, എല്ലാ അമ്പിയാക്കളുടെ ആഗ്രഹം അനുസരിച്ച് അല്ലാഹു തആല പുണ്യ റസൂലിന് സ്വലാത്ത് ചൊരിയട്ടെ, ചൊരിഞ്ഞിരിക്കുന്നു, ചൊരിയട്ടെ.